ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് എല്ലാ വിശ്വാസികൾക്കും സ്വാഗതം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം. അതിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 128 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള ഭാഗമാണ്. സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ പൊതുവായ തലക്കെട്ട് സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗീതങ്ങൾ എന്ന് അർത്ഥമുള്ള തെഹില്ലീം എന്ന വാക്കാണ്. ആരോഹണ ഗീതങ്ങൾ എന്ന് അറിയപ്പെടുന്ന സങ്കീർത്തനങ്ങളാണ് 120 മുതൽ 134 വരെയുള്ളത്. ഇതിൽ 128 സങ്കീർത്തനം ആര് എഴുതിയത് എന്ന് അറിയില്ല എങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന അത് സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ ഭാഗ്യമുള്ളവർ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ അധ്വാന ഫലം തിന്നും. അവർ ഭാഗ്യമുള്ളവരായിരിക്കും, അവർക്ക് നന്മ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിട്ട് ആണ് ഈ സങ്കീർത്തനത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പാടുന്ന ഒരു വിജ്ഞാന സങ്കീർത്തനമാണിത്. തീർത്ഥാടകർ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ആശീർവാദമായി പുരോഹിതന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗീതമാണ് ഇത്. വേദഭാഗത്തിൽ പ്രകാരം പറയുന്നു. 1 മുതൽ 4 വരെയുള്ള ഈ വേദഭാഗം സങ്കീർത്തനങ്ങൾ 128 യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് ഈ വേദഭാഗത്തെ പറയുന്നു. ഇവിടെ നാം കാണുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേതാണ് ഭാഗ്യദർശനം, രണ്ടാമത്തേതാണ് പ്രയത്നഫലം, മൂന്നാമത്തേതാണ് ഐശ്വര്യസമത്വമായ കുടുംബം, നാലാമത്തേതാണ് ആശീർവാദം. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയെ മക്കളെ പ്രസവിക്കുന്ന ഭാര്യയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീയുടെ വാസഗേഹം കവാടത്തിൽ നിന്നും വളരെ ഉള്ളിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഒലിവുതൈകൾ സംഖ്യയല്ല, സന്താനലബ്ധിയുടെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മക്കളുടെ മക്കളുമുള്ള സന്തുഷ്ട കുടുംബം, ഐശ്വര്യപൂർണമായ കുടുംബജീവിതവും ദീർഘായുസ് എന്നിവ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. കുടുംബ ബന്ധങ്ങളിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്: ഭർത്താവ്, ഭാര്യ, മക്കൾ. ഇവർ തമ്മിലുള്ള ആദർശപരവും ആരോഗ്യപരവുമായ ബന്ധമാണ് ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്നത്. ഈ ഇഴകൾ തമ്മിലുള്ള ഇഴുകിച്ചേരലാണ് കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നത്. ഈ 3 ഘടകങ്ങളും അവരുടെ ദൗത്യവും ധർമ്മവും തിരിച്ചറിഞ്ഞ് അവ യഥാവധി നിറവേറ്റുമ്പോൾ കുടുംബം ആനന്ദപൂർണവും അനുഗ്രഹ സമൃദ്ധവുമായി തീരും. ഇതിൽ 3 ഘടകങ്ങളുള്ളതിൽ ആദ്യത്തേത് ഭർത്താവ് യഥാർത്ഥ ഭക്തനും ഉത്തമ ജീവിത പാത പിന്തുടരുന്നവനുമായിരിക്കണം. അവൻ മാതൃകാ പുരുഷനായിരിക്കണം. കുടുംബത്തിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, അവൻ നല്ലൊരു ഉപദേശകൻ ആയിരിക്കണം. സഭയ്ക്കും നാടിനും അവൻ നല്ലവൻ ആയിരിക്കണം. കുടുംബം ഒരു ഭക്തി ആദരവോടുകൂടി മുമ്പോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ നല്ല ഒരു ഉറച്ച വിശ്വാസിയും ആയിരിക്കണം. രണ്ടാമത്തെ ഘടകം ആണ് ഉത്തമയായ ഭാര്യ. നിന്റെ ഉത്തമയായ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ എന്ന് ഈ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സദൃശവാക്യത്തിൽ പറയുന്നത് പ്രകാരമാണ്: ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. സദൃശവാക്യം 19:4 ഇത് പറയുന്നുണ്ട്. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറുമെന്ന് സദൃശവാക്യം 31:10 പറയുന്നു. എന്നാൽ മുമ്പോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു യഥാർത്ഥ സ്ത്രീയുടെ, ഒരു കുടുംബിനിയുടെ, ഒരു വീടിൻ്റെ വിളക്കായ സ്ത്രീയുടെ യഥാർത്ഥ ക്വാളിറ്റീസ് താഴോട്ടുള്ള ഭാഗത്ത് ഈ 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നാം അത് വായിച്ച് മനസ്സിലാക്കിയ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ
ഉത്തമയായ ഭാര്യയുടെ കടമ നിർവഹിക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ ഘടകമാണ് തഴച്ചു വളരുന്ന മക്കൾ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. കുടുംബ ജീവിതത്തിൽ 2 അവസരങ്ങളിലാണ് എല്ലാവരും ഒന്നിച്ച് സമ്മേളിക്കുന്നത്. ഒന്നാമത്തത് പ്രാർത്ഥനാ സമയവും, രണ്ടാമത്തത് ആഹാരമേശയിലും. പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുക. എല്ലാവരും ഒരുമിച്ച് സൗമ്യതയോടുകൂടി കഴിയുന്ന ഭവനങ്ങളിൽ നിന്ന് ആർക്കും വൃദ്ധസദനത്തിലേക്ക് മാതാപിതാക്കളെ അയക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടാവുകയില്ല. ആയതിനാൽ സൂക്ഷിക്കേണ്ടത്, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ജനിച്ചു കിട്ടുന്നതായ ആ കുഞ്ഞ്, മടിയിൽ വളരുന്നതായ ആ കുഞ്ഞ്, നമ്മളുടെ പരിപാലനത്തിൽ വളരുന്ന ആ കുഞ്ഞിനെ ഒരു നല്ല ക്രിസ്തീയ കുഞ്ഞായി വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സദൃശവാക്യം 22:6 ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിച്ചാൽ അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞ ആ വേദഭാഗം നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സദൃശവാക്യം 1:7 അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത് അവന് ഉറപ്പ് ആയിട്ട് അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. അതിനായി എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കുകയാണ് കുടുംബത്തിലുള്ളവർ ചെയ്യേണ്ടത്. പരിമല തിരുമേനിയെ ഓർക്കുക, പാമ്പാടി തിരുമേനിയെ ഓർക്കുക, ദിവനാശ്വാസ് തിരുമേനിയെ ഓർക്കുക. അവരൊക്കെയും ചെയ്ത രീതിയിൽ പ്രകാരം നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.